ഹലോ. അപ്പം നമുക്കിന്ന് ജഡായിപ്പാറ വിശേഷങ്ങൾ കുറച്ച് കാണാം കേട്ടോ. കൊല്ലം ജില്ലയിലെ ചടയമംഗൽ സ്ഥിതി ചെയ്യുന്ന പരിസ്ഥിതി ഉദ്യാനവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് ജഡായിപ്പാറ. ഇവിടേക്ക് എൻട്രി ഫീസ് 250. അവിടെ നിന്ന് നമുക്ക് റോപ്പ് വഴി ജഡായിപ്പാറയുടെ മുകളിലെത്താനുള്ള ഫീ എന്ന് പറയുന്നത് 325 രൂപയുമാണ് പെർ ഹെഡ്. അപ്പം ഞങ്ങൾ അവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്ത് ഇതിൽ പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് വിചാരിച്ചത് ഒരാൾക്ക് ടിക്കറ്റ് കുറവാണ് എടുത്തതെന്ന്. അപ്പോൾ അനിതാ വീണ്ടും പോയി ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി. അങ്ങനെ ജഡായിപ്പാലത്തിലെ എൻട്രൻസ് എല്ലാം കഴിഞ്ഞ് റോപ്പ് വേയിലോട്ടുള്ള നടത്തമാണ് ഈ കാണുന്നത്. ഇവിടെ കൂടുതലും മലയാളീസിനൊന്നും അല്ല കേട്ടോ കാണുന്നത്, നോർത്ത് ഇന്ത്യൻസാണ് അധികവും ഇവിടെ വരുന്നത്. പിന്നെ ഞങ്ങൾ ചെന്ന സമയം ഒരു 12 ആയതുകൊണ്ട് നല്ല വെയിലും അത്യാവശ്യം ചൂടും എല്ലാം ഉണ്ടായിരുന്നു. ഇതിനുള്ളിലോട്ട് കയറുമ്പോൾ എന്തോ ഒരു എയർപോർട്ട് സെറ്റപ്പാണ് കേട്ടോ. താഴെയൊക്കെ നമുക്കൊരു വിമാനത്താവളം പോലെ തോന്നും. അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ നിന്നാണ് ഈ വരുന്ന റോപ്പേ പോകുന്നത്. നമുക്ക് പോകാനുള്ളത് കേബിൾ കാർ ഇവിടെ വരുന്നുണ്ട്. ഇതിൽ 3 എണ്ണമാണ്. ഇതിൽ 4 പേരെ വെച്ചാട്ടോ അവർ ഇരുത്തുന്നത്. അങ്ങനെയാണ് അവിടെ കയറുന്നത്. ഇത് ഏകദേശം 64 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ സംവിധായകനായ രാജീവ് അഞ്ചലിൻ്റെ നേതൃത്വത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും പറയുന്നതല്ല, അങ്ങനെയാണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ജഡായുവിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം. രാവണൻ സീതയെ തട്ടിക്കൊണ്ട് പോയപ്പോൾ രക്ഷിക്കാനായിട്ട് പറന്നുയർന്നപ്പോൾ രാവണൻ ചിറക് വെട്ടി വീഴ്ത്തിയതാണ് ജഡായുവിനെ. അപ്പോൾ ഇവിടാണ് ജഡായു ചിറകറ്റ് വീണതെന്നും പിന്നെ അവിടെ ജഡായു മാറിയെന്നൊക്കെ പറയുന്നു. ശ്രീരാമൻ വന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ജഡായു വിവരിച്ചു കൊടുത്തെന്നും രാവണനാണ് തട്ടിക്കൊണ്ട് പോയതെന്നുമൊക്കെ പറഞ്ഞു കൊടുത്തതുമൊക്കെ ഈ ജഡായു ആണെന്നാണ് പറയുന്നത്. എന്തായാലും നല്ലൊരു അനുഭവമാണ് കേട്ടോ. ഇതിനുള്ളിൽ കൂടെ നമുക്ക് കയറിയുണ്ടല്ലോ, ഇതിനുള്ളിൽ ചെന്നിട്ട് ഇതിൻ്റെ കണ്ണ് വഴി ഇതിന് ചുറ്റുമുള്ള കാഴ്ചകൾ മൊത്തം കാണാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത്. പിന്നെ അവിടെ ഹെലിപ്പാഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റോപ്പ് വേയിൽ പോകാതെ ഇച്ചിരി അഡ്വഞ്ചറസായി പോകണം എന്നുള്ളവർക്ക് അവിടെ സ്റ്റെപ്പുകളുണ്ട്. 826 സ്റ്റെപ്പുകളാണ് അവിടെ ഉള്ളത്. അതിൽ വേണമെങ്കിൽ നമുക്ക് കയറി പോകാം കേട്ടോ. കേരളത്തിൽ മറ്റൊരിടത്തും കാണാത്തത് സിസ് നിർമ്മിത കേബിൾ കാറുകളാണ് ഇവിടെ ഉള്ളത്. എന്തായാലും നല്ല രസമുണ്ട്. കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു. പിന്നെ ചൂടിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരു ഡിസംബർ, ജനുവരി, നവംബറിലൊക്കെ അല്ലെങ്കിൽ ചെറിയ മഴയൊക്കെ ഉള്ള സമയത്തൊക്കെ പോവുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇതിൻ്റെ പൊക്കത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊല്ലത്തെ കാഴ്ചകൾ മുഴുവൻ ടൗൺ ഫുള്ളി കാണാം. അത്രമാത്രം ഉയരത്തിലാണ് ഇതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. ഞങ്ങളിനി തിരിച്ചിറങ്ങാൻ പോവാം. ഇനി താഴോട്ടുള്ള കേബിൾ കാറിനുള്ള വെയിറ്റിംഗ് ആണ്. നമ്മളിങ്ങനെ ഓരോ സെക്ഷൻ വൈസായിട്ട് അവരവിടെ ഇരുത്തും. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് മുകളിലത്തെ നിലം താഴേക്ക് ഇറങ്ങി വന്ന് പിന്നെ നമ്മുടെ ഊഴാകുമ്പോൾ അവർ പറയും കയറിക്കോളാം. അങ്ങനെയാണ്. പിന്നെ ഇത്രയും സംവിധാനങ്ങളുള്ളതുകൊണ്ട് ഒരു റഷും ഇല്ല. നമുക്ക് സുഖമായിട്ട് കണ്ടിറങ്ങും. കാരണം എന്തോരം ആളുകളുണ്ടല്ലോ, ഒരു തിരക്ക് അവിടെ അനുഭവപ്പെടുന്നില്ല. അത്രയ്ക്കും നല്ല മാനേജ്മെൻറ്റാണ്. ഒരു കുഴപ്പമില്ല. പോയിട്ട് കണ്ട് സുഖമായിട്ട് ഇറങ്ങാം. നമ്മുടെ ജഡായൊക്കെ അങ്ങനെ ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.